എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പെപ്പർ ചിക്കൻ ആണ്. അത് നമുക്ക് ഗ്രേവി ആയിട്ടോ റോസ്റ്റ് ആയോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അതിനായി ഒരു പാൻ വെച്ച് പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 വലിയ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് രുചി കൂടുവാൻ നല്ലത്. ഇപ്പോ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. അല്പം കടുകിട്ട് പൊട്ടിക്കുക. അതിലേക്ക് 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഇളക്കുക. മൂന്ന് സവോള ചെറുതായി കൊത്തിയരിഞ്ഞത് ചേർത്ത് വഴറ്റുക. ഒരു സ്പൂൺ ഉപ്പും അല്പം കറിവേപ്പിലയിട്ട് വഴറ്റിയെടുക്കുക. ബ്രൗൺ കളർ ആകണമെന്നില്ല, നന്നായി ഒന്ന് വാടി വന്നാൽ മതി. ഇനിയും അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് മസാലയുടെ പച്ചമണം മാറുന്നതുവരെ വഴറ്റുക. ഇപ്പോൾ ഏകദേശം മസാല റെഡിയായിട്ടുണ്ട്. ഇനിയും അതിലേക്ക് അധികം പുളിയില്ലാത്ത 1 കപ്പ് തൈര് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. തൈരില്ലെങ്കിൽ ഒരു തക്കാളി ചേർത്താലും മതി. ഞാനിവിടെ തൈരാണ് ചേർത്തിരിക്കുന്നത്. ഒരു കിലോ ചിക്കൻ ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ചിക്കൻ നന്നായി കഴുകി ഒരു മീഡിയം കഷ്ണങ്ങളാക്കിയതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ കഷ്ണങ്ങളിൽ മസാല പിടിക്കുവാനായി നന്നായി ഇളക്കി യോജിപ്പിക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിളക്കുക. ഇനിയും ചെറിയ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക. അല്പം കഴിഞ്ഞ് അടപ്പ് തുറന്ന് അല്പം കറിവേപ്പിലയിട്ട് ഇളക്കി കൊടുക്കുക. ചിക്കൻ വെന്തില്ലെങ്കിൽ വീണ്ടും അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. ഇനിയും 2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായി ഇളക്കി ചാറ് വറ്റിച്ച് എടുക്കാവുന്നതാണ്. ഗ്രേവി വേണ്ടിയവർ ഗ്രേവി അധികം വറ്റിക്കാതെ ഉപയോഗിച്ചാൽ മതിയാകും. ഞാനിവിടെ ഗ്രേവി വറ്റിച്ചാണ് എടുക്കുന്നത്. ഞാനിവിടെ ഏകദേശം ഒരു പെരളൻ പരുവത്തിലാണ് എടുത്തിരിക്കുന്നത്. അല്പം മല്ലിയില അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ റെഡിയായി കഴിഞ്ഞു. കൂടുതൽ റോസ്റ്റ് ആക്കി എടുക്കേണ്ടവർക്ക് ചെറിയ ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ആക്കി എടുക്കാവുന്നതാണ്. ചോറിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ട, അപ്പം എന്നിവയുടെ കൂടെ കഴിക്കാൻ നല്ല രുചിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം കമന്റായി അറിയിക്കണേ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.